ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെയിലി കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരുപാട് സിനിമകളുടെ കളക്ഷൻ നോക്കാനുണ്ട്. ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു, ഒരുപാട് പുതിയ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ്റെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, നമ്മുടെ ടൊവിനോ തോമസിൻ്റെ ബ്ലോക്ക് ബസ്റ്റർ റിപ്പോർട്ട്സുകളാണ് വന്നിരിക്കുന്നത് നരിവേട്ടയ്ക്ക്. അപ്പോൾ അതിൻ്റെ കളക്ഷൻ എങ്ങനെയുണ്ടായിരുന്നു, അതുപോലെ തന്നെ തുടരും ഇപ്പോൾ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത്, പ്രിൻസ് ആൻഡ് ഫാമിലി, പടക്കളം, ഇതുപോലുള്ള സിനിമകളൊക്കെ ഇന്നലെ എങ്ങനെയാണ് ഹോൾഡ് ചെയ്തത് എന്നുള്ള കാര്യമെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് എപ്പോഴത്തേം പോലെ പടക്കളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പടക്കളം ഇറങ്ങിയിട്ട് ഇപ്പോൾ 16 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഡേ 16 കളക്ഷൻ വന്നിരിക്കുന്നത് കേരള 35 ലക്ഷവും വേൾഡ് വൈഡ് 37 ലക്ഷവുമാണ്. അങ്ങനെ ടോട്ടൽ 16 ദിവസം കൊണ്ട് പടക്കളം മൂവിക്ക് വേൾഡ് വൈഡ് കേരളത്തിൽ നിന്നും 9,37 ലക്ഷവും വേൾഡ് വൈഡ് 12,97 ലക്ഷം രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. അതായത് വേൾഡ് വൈഡ് 13 കോടി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ ഈ വീക്കെൻഡ് കഴിയുമ്പോൾ തന്നെ 15 കോടിയും മറികടന്ന് ആ ഒരു രീതിയിൽ ക്ലോസ് ചെയ്യുന്നു തന്നെ നമുക്ക് വിചാരിക്കാം. അപ്പോൾ പടം എന്തായാലും ഒരു സൂപ്പർ ഹിറ്റാണ്. അതിനുശേഷം നമുക്ക് ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി നോക്കുവാണെങ്കിൽ ഇപ്പം ഇറങ്ങിയിട്ട് 15 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഡേ 15 കളക്ഷൻ വന്നിരിക്കുന്നത് കേരള 45 ലക്ഷവും വേൾഡ് വൈഡ് 48 ലക്ഷവുമാണ്. അങ്ങനെ ടോട്ടൽ കളക്ഷൻ കേരളത്തിൽ നിന്നും 15 ദിവസം കൊണ്ട് 12,98 ലക്ഷവും വേൾഡ് വൈഡ് 19,66 ലക്ഷമാണ്. അപ്പോൾ വേൾഡ് വൈഡ് 20 കോടി ഏകദേശം എത്തിയെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇനി ഇതൊരു ഫൈനൽ ഒരു 23-24 കോടി റേഞ്ചിലേക്ക് ഫൈനൽ ക്ലോസ് ചെയ്യാനാണ് സാധ്യത. അപ്പോൾ എന്തായാലും ഇത് തിയേറ്ററിക്കൽ ഒരു ഹിറ്റ് ആവാൻ തന്നെയാണ് ഏറ്റവും വലിയ സാധ്യത. അപ്പം അതിന് ശേഷം നമുക്ക് ലാലേട്ടൻ്റെ തുടരും സിനിമയെ പറ്റി നോക്കാം. തുടരും ഇപ്പോൾ ഇറങ്ങിയിട്ട് 1 മാസമായിരിക്കുന്നു. അപ്പോൾ ഡേ 29 കളക്ഷൻ കേരള വന്നിരിക്കുന്നത് 62 ലക്ഷവും. അപ്പോൾ 62 ലക്ഷം വലിയൊരു മികച്ച ഹോൾഡാണ്. ഇപ്പം തന്നെ കേരളത്തിൽ നിന്ന് 115 കോടി എത്തിയിരിക്കുന്നു. അപ്പം കേരള 62 ലക്ഷവും വേൾഡ് വൈഡ് 70 ലക്ഷവുമാണ് ഇന്നലെ വന്നിരിക്കുന്നത്. ടോട്ടൽ കളക്ഷൻ നോക്കുവാണെങ്കിൽ 29 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 115 കോടി 2 ലക്ഷവും വേൾഡ് വൈഡ് 227 കോടി 60 ലക്ഷവും. അപ്പോൾ 227 കോടി എന്ന് പറഞ്ഞ മാർക്കും മറികടന്നു. എന്തായാലും ഫൈനൽ 230 മുകളിൽ തന്നെ പോകും. പടം ഒരു ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ തന്നെയാണ്. ഇനി നമുക്ക് ഇന്നലെ ഇറങ്ങിയ സിനിമകൾ നോക്കാം. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ്റെ അത്യാവശ്യം നല്ല ഹൈപ്പിൽ വന്നൊരു സിനിമയായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. അപ്പോൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ ഡേ 1 കളക്ഷൻ വന്നിരിക്കുന്നത് കേരള 58 ലക്ഷം രൂപയാണ്. ഇതിൻ്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യയും ഓവർസീസും കറക്റ്റായിട്ടുള്ള ആക്യുറേറ്റ് ഡാറ്റ നമുക്ക് വന്നിട്ടില്ല. ഏകദേശം ഒരു എസ്റ്റിമേഷനാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ വേൾഡ് വൈഡ് ഡേ 1 75 ലക്ഷം രൂപയാണ് ഏകദേശം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫിഗർ നമ്മൾ നാളത്തെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം വളരെ മികച്ചൊരു തുടക്കം തന്നെയാണെന്ന് പറയാൻ പറ്റും. കാരണം ഒരു ധ്യാൻ ശ്രീനിവാസൻ സിനിമയ്ക്ക് ഒരു ഡേ 1 75 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ പുള്ളിയുടെ സിനിമയുടെ ഫൈനൽ കളക്ഷനൊക്കെയാണ് 75 ലക്ഷം 80 ലക്ഷമൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊരു സൂപ്പർ ഹിറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ഹിറ്റിലേക്കോ പോകുന്നത്. നമുക്ക് വരും ദിവസങ്ങളിലെ കളക്ഷൻ നോക്കിയിട്ട് ബാക്കി. അതിനുശേഷം നമ്മുടെ ടൊവിനോ തോമസിൻ്റെ ഇന്നലെ ഇറങ്ങിയിട്ട് വളരെ മികച്ച റിപ്പോർട്ടുകൾ വന്ന നരിവേട്ടേനെ പറ്റി നോക്കാം. നരിവേട്ടയുടെ ഡേ 1 കേരള വന്നിരിക്കുന്നത് 1,73 ലക്ഷം രൂപയാണ്. അപ്പോൾ 1.25 കോടിയോളം ഏകദേശം ഇന്നലെ തന്നെ വന്നിട്ടുണ്ട്. ഇന്ന് അതിലും വലിയ കളക്ഷൻ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം ഈ പറഞ്ഞ പോലെ റെസ്റ്റ് ഓഫ് ഇന്ത്യയും ഓവർസീസും കറക്റ്റ് ഡാറ്റ കിട്ടിയിട്ടില്ല. അപ്പോൾ ഏകദേശം എസ്റ്റിമേഷൻ പ്രകാരമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഏകദേശം ഡേ 1 വേൾഡ് വൈഡ് 2,20 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അപ്ഡേറ്റഡ് ഫിഗർ നാളത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇനി വരും ദിവസങ്ങൾ ഇതിൻ്റെ കളക്ഷൻ എങ്ങനെ പോകും, ഒരു ബ്ലോക്ക് ബസ്റ്റർ ആകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത്രയും മികച്ച റെസ്പോൺസാണ് വരുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഡെയിലി കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ നാളെ നമുക്ക് ഇതേ സമയത്ത് ഇതേ സിനിമകളുടെ പുതിയ കളക്ഷനുമായിട്ട് കാണാം.